ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തെയ്യം എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ എൻഡിങ്ങിൽ തെയ്യം തനിക്ക് പോയോട് ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പോവിനെയും ഹഗീനെയും കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതേ സീനാണ് കാണിക്കുന്നത്. തെയ്യം ഇപ്പോൾ പോവിനെ ഹഗ് ചെയ്തുകൊണ്ടിരുന്നിട്ട് മാറുവാണ്. അതേസമയം തെയ്യം എന്തിനാണ് തന്നെ ഹഗ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ കാരണം ചോദിക്കുന്നുണ്ട്. തെയ്യം അപ്പോൾ അത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ നിന്നെ ഹഗ് ചെയ്തതെന്ന് പറയാണ്. ആ സമയം എന്ത് കാര്യം മനസ്സിലാക്കാനെന്ന് ചോദിച്ചപ്പോൾ തെയ്യം കാര്യം പറയാനേ വരുന്നുണ്ട്. എന്നാൽ ആ സമയം അവിടെ പോവുകയാണെങ്കിൽ ഓൾറെഡി അവന് വീട്ടിൽ പോകാനായിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ ആ ഒരു കാര്യം പോയപ്പോൾ തെയ്യമിനോട് പറഞ്ഞപ്പോൾ തെയ്യം പോയോട് നിനക്കതൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നേരെ ആ ഡ്രൈവറിൻ്റെ അടുത്ത് നിന്നിട്ട് സോറി ഇത് ക്യാൻസൽ ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ക്യാഷും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പോവുകയാണെങ്കിൽ തിരിച്ച് തെയ്യമിൻ്റെ അടുത്ത് വരുമ്പോൾ തെയ്യം ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ നടന്ന് ക്ഷീണിക്കത്തില്ലേന്ന് വെച്ചപ്പോൾ ഇല്ല നിനക്ക് ഓക്കെ ആണെന്ന് വെച്ചപ്പോൾ പോയാണെങ്കിൽ എനിക്ക് ഓക്കെ, ഞാൻ നടക്കുന്നതിൽ അടിപൊളിയാണ്. എൻ്റെ അടുത്ത് ബൈഫോൺ എപ്പോഴും പറയും ഞാൻ ഭയങ്കര സ്പീഡിനാണ് നടക്കുന്നതെന്നൊക്കെ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അവർ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പോയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് കുളിച്ചിട്ടിങ്ങനെ നിൽക്കുന്ന ടൈമിൽ തെയ്യം അവന് മെസ്സേജ് അയച്ചു ഞാൻ തിരിച്ച് വീട്ടിലെത്തിയെന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന ടൈമിന് ഇവർ നേരത്തെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ തെയ്യമിനോട് ഇപ്പോൾ റിലീസാവുന്ന ഒരു സിനിമേനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയുടെ പേര് എന്താണെന്ന് വീണ്ടും ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് അവർ സംസാരിക്കുവാണ്. ഇതേ സമയം തെയ്യമാണെങ്കിൽ ആ ഒരു സിനിമയുടെ പ്രീമിയറിന് പോയിനെയും കൊണ്ടുപോകാനായിട്ട് സിനിമ ടിക്കറ്റും ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയക്കുന്ന ടൈമിന് തെയ്യം അതും നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം പോയാണെങ്കിൽ ഓണർ എൻ്റർടൈൻമെൻറ്റിൽ ഇങ്ങനെ തെയ്യമിന് മെസ്സേജ് ചെയ്ത് നടക്കുന്ന ടൈമിന് പെട്ടെന്ന് നേരത്തെ ഒരിക്കലത്തെ പോലെ തന്നെ ജുന്നെ പെട്ടെന്ന് ഇവനെ വലിച്ചെടുത്ത് ഫയർ ആക്സിഡൻറ്റ് അവിടെ കൊണ്ട് നിർത്തുവാണ്. ആ സമയം പോയാണെങ്കിൽ നിനക്ക് എന്തുവാ മര്യാദയ്ക്ക് വന്ന് സംസാരിച്ചാൽ പോരെ, എന്തിനാ മനുഷ്യ ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ജുന്നാണെങ്കിൽ അത് പിന്നെ ഇതൊക്കെ ഒരു അഡ്വഞ്ചറല്ലേ, അടിപൊളിയല്ലേ. അല്ല ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നീയാണെങ്കിൽ സിഇഒയുടെ അടുത്ത് നിന്നിട്ട് ഗ്രൂപ്പിനെ വീണ്ടും ഒന്നിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഞാനാണെന്ന് കള്ളം പറയണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജുന്ന് അതെന്തിനാ നീയാണെന്ന് കള്ളം പറയുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ജുന്ന് അത് പിന്നെ മാർസ് ഗ്രൂപ്പ് വീണ്ടും ഒന്നിച്ചത് സിഇഒ ഒക്കെ അറിഞ്ഞു, അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ ആരാന്നിപ്പോൾ അന്വേഷിച്ച് നടക്കുക. നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിന്നെ സംശയിക്കും, അതുകൊണ്ട് നീ എൻ്റെ പേര് പറയണമെന്ന് പറയുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരെന്തായാലും നിന്നെ ഉറപ്പിക്കും, അതുകൊണ്ട് പറയാനായിട്ട് എന്നെ നീ കാരണമാക്കി എടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഒന്നും മിണ്ടാതിക്കാണ് ജുന്ന. സമയം കണ്ടില്ലേ നിനക്ക് വേണ്ടി ഞാൻ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നീ എന്തിനാ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നത്, നിനക്ക് മിക്കവാറും വേറെ എന്തെങ്കിലും വേണ്ടി വരും, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നത്, നിനക്ക് എൻ്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജുന്ന് ഞാൻ അത്രക്കാരനാണോ, ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ചോദിക്കുന്ന ടൈമിന് പോവാണെങ്കിൽ എന്തേ അത്രക്കാരനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജുന്ന് അതെ അത്രക്കാരനാണ്, ഇപ്പം എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ജുന്ന അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പോയിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സിഇയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജുന്ന അവനെ ഏൽപ്പിച്ചിട്ട് പോയ അതേ കാര്യം തന്നെയാണ്. ആ സമയം അവനാണെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, സത്യം പറഞ്ഞാൽ ജുന്നാണ് എനിക്കങ്ങനെ ക്യാമ്പിങ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് അയച്ചു തന്നത്, അതുകൊണ്ടാണ് മാർസ് ഗ്രൂപ്പ് ഒരു ക്യാമ്പിങ്ങിന് പോകുന്നതിൻ്റെ തീമിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അവനതിൻ്റെ കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ട് അവനാണ് എൻ്റെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാം പോവുകയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ തന്നെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവനാണെങ്കിൽ അങ്ങനെ ആ ഐഡിയ തരുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഗ്രൂപ്പായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിഇഒ ചെറുതായിട്ട് ഇവനെ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ അതേസമയം വിശ്വസിക്കുന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന അവിടെ മിക്കും ഉണ്ടായിരുന്നു. മിക്കും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അതിന് ജുന്ന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ജുന്ന് അത് ആരാന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എന്താ ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിഇഒ ജുന്നിൻ്റെ ഒരു മ്യൂസിക് ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഷെഡ്യൂൾ എടുത്തു വെക്കാനായി പറയുന്നുണ്ട്. മിക്ക അങ്ങനെ ഷെഡ്യൂൾ നോക്കിയപ്പോൾ അങ്ങനെ ഷെഡ്യൂളേ അതിൻ്റെ അകത്തില്ല, ജുന്ന് കള്ളം പറഞ്ഞതാണ്. ആ സമയം തന്നെ സിഇഒയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ കള്ളം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഉറപ്പാണ് അവൻ തന്നെ ആ ഗ്രൂപ്പിനെ ഒന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് തെയ്യമാണെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഡീലാനും നാനും ഒക്കെ ഉണ്ട്. അവർ ലിവിങ് റൂമിൽ ഇരിക്കുകയാണ്. അകത്തുള്ള റൂമിലായിട്ട് പെപ്പർ ഇരിപ്പുണ്ട്. ഇവൻ പെപ്പറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനാണെങ്കിൽ ഞാൻ പോയിനെ പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന് പോയിന് ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി എന്നുള്ളത് പറയാനേ വരുന്നുണ്ട്. അതേ ടൈമിന് പെപ്പറാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ആ ഒരു പോയെ കൊണ്ട് പോകാനായിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമയുടെ ടിക്കറ്റ് ഇരിക്കുന്ന കാണുവാണ്. തെയ്യം അത് അവൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ടൈമിന് അങ്ങോട്ട് ഈ ജുന്നു വന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് അവന്മാരെവിടെ നടന്ന് ചോദിക്കുവാണ്. ആക്ച്വലി നമ്മുടെ പെപ്പറും പിന്നെ തെയ്യമും കൂടെ ആയിട്ട് ബാക്കി 3 പേരെയും വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ്റെ സൗണ്ട് ഇട്ടിട്ട് അവർ രണ്ടുപേരും നേരെ അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ ഡിസ്കസ് ചെയ്യാണ്, അതായത് മാർസ് ഗ്രൂപ്പ് പിരിയാനായിട്ട് പോവുകയാണ്. എന്നാൽ മാർസ് ഗ്രൂപ്പിന് പഴയതുപോലെ തിരിച്ചു വരാൻ പറ്റും, മാർസ് ഗ്രൂപ്പിന് വീണ്ടും
ഫേമസ് ആയിട്ട് കമ്പനിക്ക് നല്ല പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ വീണ്ടും ഡിസ്ബാൻഡാക്കി കളയും. നമ്മൾ ഇത്രയും പേര് ഒന്നിച്ചത് വെറുതെ ആയി പോകുന്നുള്ള രീതിയിൽ അവരിപ്പോൾ ഒരു മ്യൂസിക് ആൽബം റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിയിരിക്കുകയാണ്. അത് കാണിച്ചിട്ട് കമ്പനിക്കും CEO-യ്ക്കും മനസ്സിലാക്കി കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്യുന്ന ടൈമിന് നാനോയ്ക്ക് ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡീലാനും ടീമും കൂടെ ആയിട്ട് പാട്ട് എഴുതും. പിന്നെ ജുന്നിനെ പറ്റി പറയുവാണെങ്കിൽ അവൻ ഈ പരിപാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ അവൻ കൊണ്ട് കുളമാക്കി അവസാനം എല്ലാം കൂടെ കയ്യിൽ തരും. അതിനേക്കാളും അവനാണെങ്കിൽ അവൻ കാണിക്കാൻ തോന്നുന്ന കുരുത്തക്കേടെല്ലാം കാണിച്ചുകൊണ്ട് നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ പെപ്പർ നീ ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് പെപ്പർ എന്ത് സെലക്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പെപ്പറാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ജുന്നപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അവനത് ഓവറോൾ നോക്കുമല്ലോ, അതാണ് അവൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ജുന്ന് എനിക്ക് വർക്കൊന്നുമില്ലല്ലോ ഞാൻ ഉറങ്ങാൻ പോകുക എന്നിട്ട് അവർ റൂമിൻ്റെ അകത്ത് കയറി പോവാണ്. അങ്ങനെ നാനോയും ഡീലാനും ഇപ്പോൾ അവരുടെ വർക്ക് കിട്ടിയോണ്ട് അതിൻ്റെ ഷെഡ്യൂളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഓവറോളൊക്കെ നോക്കിയപ്പോൾ സമയത്ത് ഇവർക്ക് ഇതെല്ലാം റെഡിയാക്കാൻ ഒരു 3 ആഴ്ച ടൈമും വേണം. അതിന് ഈ 3 ആഴ്ച ടൈമിൽ ഒരു പാട്ടും എഴുതി അതിൻ്റെ ട്യൂണിങ്ങും എല്ലാം സെറ്റാക്കി ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം ആലോചിച്ചിട്ട് നാനോയും ഡീലാനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പെപ്പറും തേമും മാത്രം നിൽക്കുന്ന ടൈമിന് തേമ് വീണ്ടും പോയിടായിട്ട് സംസാരിക്കാൻ വരാണ്. ആ സമയം പെപ്പറാണെങ്കിൽ നീ അവനെയും കൊണ്ട് ആ സിനിമയ്ക്ക് കൊണ്ടുപോകാനുള്ള കാര്യമാണോ സംസാരിക്കാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ തേമ് അതേന്ന് പറയുന്നുണ്ട്. ആ സമയം പെപ്പർ നീ വാ നമുക്ക് ബാസ്ക്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുന്ന ടൈമിന് തേമ് ഡേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണോ, അത് പഠിപ്പിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ച സമയത്ത് പെപ്പറാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബോയുടെ അടുത്ത് ചെന്നിട്ട് നിനക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞ ടൈമിന് ഞാൻ വിചാരിച്ചു നീ തിരിച്ചു വന്നിട്ട് നിനക്ക് അവനോട് ഒരു ഫീലിങ്സും ഇല്ലാന്ന് നീ പറയൂന്ന്. എന്നാൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നീ എനിക്ക് മറുപടി തന്നേക്കുന്നത്. നീ അങ്ങനെ പറയുന്നു ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്തെയും അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പെപ്പർ നീ മറന്നുപോയോ നമുക്ക് ഐഡോൾസിന് ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുള്ള കാര്യം, ഇപ്പോൾ നീ അത് മറികടക്കാൻ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ തെയ്യമൊന്നും മിണ്ടുന്നില്ല. അതേസമയം പെപ്പർ അതുകൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന നമ്മളിപ്പോൾ ഇറക്കാൻ പോകുന്ന ആൽബത്തിൽ ഞാൻ ഒരു ഡ്യൂട്ടിയും ഏറ്റെടുക്കാത്തത്. കാരണം എനിക്കിനി ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്യമും ഒന്ന് ഷോക്കാകുന്നുണ്ട് ഇത് കേട്ടപ്പോൾ. ആ സമയം തെയ്യം നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്തവരുടെ കൂട്ടത്തിൽ നീയും ഉള്ളതല്ലേ. ഇപ്പം നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവും? ആ മാഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എപ്പോഴും 5 പേര് ഒരുമിച്ചുള്ള ഒന്നായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം പെപ്പറാണെങ്കിൽ പക്ഷേ നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, മെയിൻ സിംഗറായിട്ട് നീയുണ്ട്, അടുത്ത് സബ് സിംഗറായിട്ട് ജുന്നുണ്ട്, മെയിൻ റാപ്പറായിട്ട് ഡീലാനുണ്ട്, മെയിൻ ഡാൻസറായിട്ട് നാനോ ഉണ്ട്. കണ്ടില്ലേ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആണ്. പിന്നെ എൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ തെയ്യമിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയൂടെ ഇതൊന്നും കേട്ടിട്ട്. അങ്ങനെ അതിനുശേഷം തെയ്യം ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് തിരിച്ച് വരുന്നുണ്ട്. കാരണം പെപ്പർ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകാൻ പോകുകയാണെന്നുള്ള കാര്യം അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അവൻ സമ്മതിച്ച് കൊടുക്കാനും പോകുന്നില്ല. അങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് അവൻ തിരിച്ച് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബാക്കി 3 പേരും അവിടെ ഓൾറെഡി ഉണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് 3 പേരെടുത്തും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അത് ഈ കാര്യം തന്നെയാണ് അവൻ പറയുന്നതും. അങ്ങനെ അതിനുശേഷം പിന്നീട് പോയിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ കമ്പനി ഇരിക്കുന്ന ടൈമിന് ജുന്ന അവനെ കോൾ ചെയ്തിട്ട് ഹലോ ബേബി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നിനക്ക് എന്താണ് കുഴപ്പം, ആരാണ് നിൻ്റെ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്ന ടൈമിന് ജുന്ന് നിനക്ക് രാത്രി എന്താ കഴിക്കാൻ വേണ്ടേ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്താ ഇത്ര സ്നേഹിക്കാൻ വരുന്നത്, നീ എനിക്കിട്ട് പണിയാറ്റ തന്നോ, നീയായിട്ട് CEO അടുത്ത് ചെന്നിട്ട് നിങ്ങളെ ഗ്രൂപ്പ് വീണ്ടും ഒന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആൾ ഞാനാണെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജുന്ന് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഇത് വേറെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരായിട്ട് കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, പെപ്പറിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. പെപ്പർ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നീ കണ്ടില്ലേ അവനിപ്പോൾ റിലേഷൻഷിപ്പിലായതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ നീയും തെയ്യമും തമ്മിൽ റിലേഷൻഷിപ്പിലായുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഐഡോളിനെ ഡേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീയും തെയ്യമും തമ്മിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോയിക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. കാരണം അവനും ആ ഒരു സംഭവം മനസ്സിലാവുന്നുണ്ട് അതൊരിക്കലും നടക്കുന്നൊരു കാര്യമല്ല എന്ന്. അങ്ങനെ പിന്നീട് നൈറ്റ് പോയാണെങ്കിൽ അവൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന ആ ഒരു കടയിലിരിക്കുവാണ്. ആ സമയം അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് തെയ്യം വന്നിട്ട് കടയിൽ അങ്കിൾ എവിടെ നിന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് അങ്കിൾ മോഡലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തെയ്യം ഇപ്പോൾ നമ്മുടെ പെപ്പറിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ അവനും ഇപ്പോൾ അവൻ്റെ ഫീലിങ്സ് ഉപയോഗിച്ച് നിൽക്കാൻ പാടില്ല, അവന് ഈ ഫീലിങ്സൊക്കെ വിട്ട് കളയണം എന്നുള്ളൊരു തീരുമാനത്തിൽ പോയോട് നമ്മുടെ ഇടയിൽ ഇതൊന്നും ശരിയാവത്തില്ല എന്ന് പറയാനായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇവ ഇങ്ങോട്ടേ വരുന്ന ടൈമിന് തന്നെ ഇവന് മനസ്സിലായി ഓൾറെഡി ഈ പെപ്പറിൻ്റെ കാര്യം അറിഞ്ഞെന്ന്. അങ്ങനെ അതിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഇവനിപ്പോൾ പോയെടുത്ത്
അത് പിന്നെ നമ്മുടെ ഇടയിൽ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ പോയിക്ക് സങ്കടമാവുകയാണ്. പോയുടെ മുഖം കാണുമ്പോൾ ഇവനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ബാക്കി ഇവർ 4 പേര്, അത് പെപ്പർ ഒഴിച്ച് ബാക്കി 4 പേരും കൂടെ ആയിട്ട് പെപ്പർ റിലേഷൻഷിപ്പിലായ ആൾ അതാരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ സമയം നമ്മുടെ ഡീലാനൊക്കെ അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദൈവമാണെങ്കിൽ അത് പിന്നെ ഞാനും പെപ്പറും സംസാരിക്കുന്ന ടൈമിന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർസ് ഗ്രൂപ്പിന് അവനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ ആ ഒരു വ്യക്തിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആൾ ഇവനെ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അവനെ തിരിച്ച് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം. കാരണം അവൻ വിചാരിച്ചിരിക്കുന്നത് നമുക്കാർക്കും അവനെ വേണ്ടാന്നാണ്. ആ തെറ്റിദ്ധാരണ മാറ്റണം. മാർസ് ഗ്രൂപ്പിന് അവനെ വേണമെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ഇവർ 4 പേരും കൂടി ഇവൻ്റെ ഇൻസ്റ്റയും സോഷ്യൽ മീഡിയ എല്ലാം നോക്കുന്നുണ്ട്. അതേ ടൈമിന് ഇപ്പോൾ തന്നെ ഇവരുടെ റിലേഷൻ, അതായത് പെപ്പറിൻ്റെയും ആ ഒരാളുടെയും റിലേഷൻ ഓൾറെഡി നല്ല എക്സ്റ്റെൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ തന്നെ മാച്ചിങ് റിങ്സും അവർ മോതിരം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത്. തെയ്യമാണെങ്കിൽ പെപ്പറിൻ്റെ കയ്യിൽ ആ മോതിരം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാം മൊത്തം നോക്കിയിട്ടും ഒരു ഫോട്ടോസിൽ നിന്ന് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഇനി ആ ഒരാളുടെ കയ്യിലെ മോതിരം കൂടെ വെച്ച് കണ്ടുപിടിക്കാം, നമുക്ക് ഡൗട്ടുള്ളവരുടെ കൈ ചെക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ വരുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ തെയ്യമിൻ്റെ അടുത്ത് പെപ്പർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവരുടെ കമ്പനിയിൽ തന്നെ ഒരാളാണ്, എപ്പോഴും മീറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ കമ്പനിയിൽ വരുമ്പോൾ. അപ്പോൾ തന്നെ അറിയാമെന്നുള്ള ഒരാളാണെന്ന് ഇവർക്ക് ഉറപ്പാകുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഫസ്റ്റ് വന്ന് ഡൗട്ട് നിൽക്കുന്നത് മിങ്ങിനെയാണ്. അങ്ങനെ നേരെ ജുന്നും നാനോയും കമ്പനിയിലോട്ട് വരുന്നുണ്ട്. ആ സമയം മിങ്ങും ടീം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ വന്നിട്ട് ഞങ്ങൾക്ക് ആ വെൻഡിങ് മെഷീനിൽ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് എടുക്കാറുണ്ട്, എന്നാൽ ഞങ്ങളിൽ ഒരു പൈസ പോലും ഇല്ല, എന്തെങ്കിലും 2-3 കോയിൻസ് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഐഡോൾസ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിന്നെ എവിടെ നിന്ന് പൈസ തരാനാണെന്ന് ചോദിച്ചപ്പോൾ നാനോയൊക്കെ ആണെങ്കിൽ എന്ത് പറയാനാണ്, നമ്മളിപ്പോൾ ഡിസ്ബാൻഡ് ആവാൻ നിൽക്കില്ലേ, പിന്നെ എവിടെ നിന്ന് പൈസ കിട്ടാനാണ്, ഞങ്ങളൊക്കെ പാവങ്ങളാണ്, കുറച്ച് പൈസ താന്നും പറഞ്ഞുകൊണ്ട് മിങ്ങിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. ആ പൈസ വാങ്ങാനായിട്ട് മിങ്ങ് കൈ നീട്ടുന്ന ടൈമിന് മിങ്ങിൻ്റെ കൈ പിടിച്ചിട്ട് അവളെ കൈ കിടക്കുന്ന മോതിരം നോക്കുമ്പോൾ പെപ്പറിൻ്റെ കൈ കിടന്ന മോതിരമല്ല. അങ്ങനെ മിങ്ങല്ല ആ ആളെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മിങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് ഇവർ തെയ്യമിനെ കോൾ ചെയ്ത് കാര്യം പറയുന്നുണ്ട്. ആ സമയം ഡീലാൻ അവിടെ ഇരുന്നുകൊണ്ട് പക്ഷേ പെപ്പർ റിലേഷൻഷിപ്പിലായത് ഒരു പെൺകുട്ടിയുടെ കൂടെയാണോ ഒരു ആൺകുട്ടിയുടെ കൂടെയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവർക്ക് നേരെ ഡൗട്ട് വരുന്നത് ടേയിനെയാണ്. ടേയ് ഇപ്പോൾ മിങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്തിട്ട് നേരെ നാനോയും ജുന്നും വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് കോയിൻസും കൂടെ തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മിങ്ങ് എൻ്റെ കയ്യിലില്ലയെന്ന് പറഞ്ഞപ്പോൾ മിങ്ങിൻ്റെ കയ്യിലല്ലേ കുഴപ്പമില്ല, ടേ തരാൻ പറയുന്നുണ്ട്. ആ സമയം എൻ്റെ കയ്യിലൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇവരെ ശല്യം സഹിക്കാൻ വേണ്ടി എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ടൈമിന് ഇവൻ്റെ കൈയും പിടിച്ച് നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലും നമ്മുടെ പെപ്പറിൻ്റെ കൈ കിടന്ന അതുപോലത്തെ മോതിരമല്ല. പക്ഷേ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, അതായത് മിങ്ങിൻ്റെയും ടേയുടെയും കയ്യിൽ സെയിം റിങ്സ് കിടക്കുകയാണ്, കപ്പിൾ റിങ്സ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിലാണെന്ന്. ഇതേ ടൈമിന് മിങ്ങിനും ടേയ്ക്കും അവർ രണ്ടുപേരും കയ്യിൽ കിടക്കുന്നത് ഒരേ മോതിരമാണെന്ന് ഇവർക്ക് മനസ്സിലായി എന്നുള്ള കാര്യം മനസ്സിലായിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അഭിനയിച്ചും ഭരിക്കുകയാണ്. നീ എന്തിനാ ഞാൻ വാങ്ങിച്ച അതേ മോതിരം വാങ്ങിച്ചേ, ഞാൻ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടിട്ടല്ലേ സത്യം പറ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ച് മരിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് കാര്യം മനസ്സിലാവുകയാണ്. അതേ ടൈമിന് അവരുടെ ആ എൻ്റർടൈൻമെൻറ്റ് കമ്പനി തന്നെയുള്ള 2-3 ക്ലയൻസ് ആയിട്ടുള്ള പെൺകുട്ടികൾ, മേ ബി അവർ ഐഡോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വേറെ ഗേൾസ് ആയിരിക്കാം, അവരങ്ങോട്ടേക്ക് വരാണ്. അവരങ്ങനെ നടന്നു പോകുന്ന ടൈമിന് ഇവരാണെങ്കിൽ ഇങ്ങനെ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കൈ കൂപ്പിയാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ടൈമിന് നമ്മുടെ നാനുവിനെയും ജുന്നിനെയും പാസ് ചെയ്തുമാണ് പോകുന്നത്. നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നമ്മുടെ പെപ്പറിൻ്റെ കയ്യിൽ കിടന്ന സെയിം ആ ഒരു മോതിരം കിടക്കുന്ന കാണുവാണ്. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാ പെൺകുട്ടി. നോക്കിയപ്പോൾ ഗാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകൊച്ചായിരുന്നു. ഈ പെൺകൊച്ചിനെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ജുന്നിനെ ആ ഗ്രൂപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ തേമും പോയും കൂടെ തീരുമാനിച്ചിട്ട് നമ്മുടെ പോയാണെങ്കിൽ ജുന്നിന് ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അവൻ്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ അവൻ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടർ പെങ്കൊച്ചിൻ്റെ അടുത്ത് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുക്കാനായിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഡയറക്ടർ പെങ്കൊച്ചാണ് ഈ ഗാമ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നിട്ട് ഗാമാണ് ആ പെങ്കൊച്ചെന്ന്. ഇതേ ടൈമിന് വീട്ടിൽ ഇരുന്നുകൊണ്ട് തേമും ഡീലാനും കൂടെ ആയിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നോക്കി പോകുമായിരുന്നു. ഇവളാണ് ആ പെങ്കൊച്ചെന്ന് കണ്ടുപിടിക്കുന്ന അതേ ടൈമിന് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തേമും ഡീലാനും അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു.
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഇങ്ങനെ, അതായത് കമ്പനിയിലുള്ള ഒരാളെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്. നോക്കി നോക്കി പോയ ടൈമിന് ഇവളുടെ കയ്യിലും അതേ ഒരു മോതിരം കിടക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ കിട്ടുവാണ്. അങ്ങനെ ഇവർക്കും നമ്മുടെ ജുന്നും നാനോയും മനസ്സിലാക്കി. അതേ ടൈമിന് തന്നെ ഇവരും മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഗ്യാമാണ് പെൺകുട്ടിയെന്ന്. ആ സമയം തന്നെ നമ്മുടെ തേയിമ വിളിച്ചിട്ട് ജുന്നിനോടും പറയുന്നുണ്ട്. ജുന്നു അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം ഈവനിങ്ങിൽ ഗ്യാമിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് നമ്മുടെ തേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതനുസരിച്ച് ഗ്യാമാണെങ്കിൽ കമ്പനിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവൻ അവളെ കാണാനായിട്ട് നൈറ്റ് ടൈം വരുന്നുണ്ട്. കാരണം അവനിപ്പോഴും കമ്പനിയിൽ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ ആരും കാണാതെയാണ് വന്നത്. വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. മിക്കവാറും പെപ്പറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അടുത്ത ദിവസം നമ്മൾ തേയും പെപ്പറും കൂടെ ആയിട്ട് ബാസ്കറ്റ് കളിച്ചിട്ട് പെപ്പറിൻ്റെ അടുത്ത് നീ ഗ്രൂപ്പിൽ തിരിച്ചു വരണം, നീ ഇല്ലാണ്ട് എന്ത് മാഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നീ തിരിച്ചു വരണം, അതിൻ്റെ കൂടെ നീ ഗ്യാമുമായിട്ട് ബ്രേക്കപ്പ് ആവേണ്ട ആവശ്യമില്ല, കാരണം നിന്നെക്കൊണ്ടത് പറ്റത്തില്ല. കാരണം എനിക്കും മനസ്സിലാവുന്നുണ്ട്, ഞാനും പോയിനെ നിൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷം നമുക്കിത് ശരിയാവത്തില്ല എന്ന് പറയാനായിട്ട് ചെന്നു. എന്നാൽ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ഞാനും അങ്ങ് നിന്നുപോയി. കാരണം എനിക്കും എന്താ പറയേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷനിൽ ഞാനങ്ങ് വല്ലാണ്ട് സൈലൻ്റായി പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചിട്ട് പെപ്പർ ലാസ്റ്റ് ആ ഗ്രൂപ്പിൽ തന്നെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സീക്രട്ടായിട്ട് വയ്ക്കാൻ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അതിൻ്റെ കൂടെ പെപ്പർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഗ്യാമിനെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടേന്ന്. ആ സമയം എൻ്റെ ദൈവമേ, ഈ ലവേഴ്സിൻ്റെ കാര്യം ഞാനിത് എന്താ ചെയ്യുക ഈശ്വര എന്ന് പറയാണ്. ആ സമയം പെപ്പറും നീയോ അതേ അവസ്ഥയിലാവാൻ പോവുകയെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഗ്യാമിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാനൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് പെപ്പറും ഗ്യാം അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ പെപ്പർ വന്നിട്ട് ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്യാമിനെ പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട്. ആ ഒരു ടൈമിന് നമ്മുടെ ഡീലാനാണെങ്കിൽ ജുന്നിൻ്റെ അടുത്ത് നിനക്ക് സംസാരിക്കാനുള്ള എന്താണെന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ജുന്ന് നമ്മുടെ ഗ്യാമുമായിട്ട് എപ്പോൾ കണ്ടാലും ഫ്ലേർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പെപ്പറിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് ഇവൾ മനസ്സിലാക്കി. ഇവളിപ്പോൾ ഈ വീട്ടിലോട്ട് വന്നതുകൊണ്ട് തന്നെ ജുന്നാണെങ്കിൽ ഗ്യാമിൻ്റെ അടുത്ത് സോറി ഗ്യാം, നീ പെപ്പറിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീയായിട്ട് ഫ്ലേർട്ട് ചെയ്യത്തില്ലായിരുന്നു എന്ന് പറയാണ്. ഇതേസമയം ഇവനിങ്ങനെ ഇവളോട് ഫ്ലേർട്ട് ചെയ്തിരുന്ന കാര്യം പെപ്പർ ഇപ്പോഴാണ് അറിയണത്. അങ്ങനെ പെപ്പർ വെറുതെ ഗ്യാമിനെ നോക്കിയിട്ട് എപ്പോൾ ഫ്ലേർട്ട് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവൾ എപ്പോഴും ഫ്ലേർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയാണ്. പെപ്പറുണ്ട് ഏട്ടാ അവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വീട് മൊത്തം ഇട്ട് ഓട്ടിക്കുകയാണ്. ജുന്നാണെങ്കിൽ സോറി ബ്രോ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്നുമുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇന്ന് എല്ലാവരും ചിരിക്കുന്നുമുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തെയ്യമാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് പെപ്പർ സംസാരിക്കുന്നതാണ്. ആ സമയം പെപ്പർ തെയ്യമിനോട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ നീ പോയിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് ഞാൻ നമ്മൾ തമ്മിലൊന്നും ശരിയാവത്തില്ല എന്ന് പറയാൻ നിന്നിട്ട് അത് പറയാൻ പറ്റാതെ സൈലൻ്റായി നിന്ന് പോയെന്ന്. പിന്നെ നീ അവനോട് അതിന് പകരം മറ്റെന്ത് കാര്യമാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ വീണ്ടും കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു നിർത്തിയത് നമ്മുടെ തെയ്യം ഈ ഒരു കാര്യം പറയാൻ വന്നെങ്കിലും അവനെ കൊണ്ട് പറയാൻ പറ്റാൻ നിൽക്കുന്ന സിറ്റുവേഷനായിരുന്നു. ഇതേസമയം പോവുകയാണെങ്കിൽ സാഡായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ തെയ്യം അത് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പോയൊരിടത്ത് എന്തെങ്കിലും ഒന്ന് പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ അവനോട് നീ സ്വയം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഈ ഒരു കാര്യം പെപ്പറിനോട് പറഞ്ഞപ്പോൾ പെപ്പർ എടാ പൊട്ടാ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നിനക്ക് മനസ്സിലായോ? സ്വയം ടേക്ക് കെയർ ചെയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഫീലിങ്സൊക്കെ പരസ്പരമുള്ള നിർത്തിയിട്ട് സ്വന്തമായിട്ട് ജീവിക്കാം, സ്വന്തമായിട്ട് ടേക്ക് കെയർ ഇനി നിൻ്റെ അടുത്ത് ഞാൻ കാണത്തില്ല എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഗ്യാം ഈ വീട്ടിലോട്ട് ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് തെയ്യം പോയിനെയും ആക്ച്വലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വരാത്തതാണ്. ആ ഒരു സംഭവത്തിനൊക്കെ മുമ്പേ തന്നെയാണ് നമ്മുടെ തെയ്യം പോയിടത്ത് നിന്നിട്ട് ഇതുപോലെ സ്വയം ടേക്ക് കെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെപ്പർ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ തെയ്യമിനും ദൈവമേ ഞാൻ പറഞ്ഞത് അബദ്ധമായില്ല, അതുകൊണ്ടായിരിക്കും അവൻ മിക്കവാറും ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് വരാത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം പെപ്പർ ഉറപ്പല്ലേ നീ പറഞ്ഞു കേട്ടിട്ട് അവൻ വിഷമിച്ചിരിക്കുമായിരിക്കും, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, പോയി കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം തന്നെ തെയ്യം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങാൻ നേരത്തെ പെപ്പർ ഒന്നുകൂടെ ഞാനും ഗ്യാമും തമ്മിൽ ഒരു റൂൾ വെച്ചിട്ടുണ്ട്, 5 മീറ്റർ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ എപ്പോഴും നിൽക്കാറ്. കാരണം ആളുകൾക്ക് ഡൗട്ട് തോന്നാതിരിക്കാനും ഇവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെ പുറത്തു വരാതിരിക്കാനും തന്നെയാണ്. കാരണം പ്രശ്നമാവുന്നതാണ്. അങ്ങനെ ഇവൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തെയ്യം അങ്ങനെ ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നേരെ പോയിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതേസമയം പോയിനെ കാണിക്കുമ്പോൾ പോയാണെങ്കിൽ നമ്മുടെ പെപ്പർ പറഞ്ഞ പോലെ തന്നെ തെയ്യമിൻ്റെ വാക്ക് കേട്ടിട്ട് തെയ്യം
തന്നെ ഇട്ടിട്ട് പോയി. തെയ്യമിന് തന്നെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആ വർക്ക് ചെയ്യുന്ന കടയിലിരിക്കുകയാണ്. അതേസമയം വീണ്ടും നമ്മുടെ ബൈഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് അവൻ്റെ മിസ്റ്റർ എ മിസ്റ്റർ ബി കഥയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവനങ്ങനെ ബൈഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് മിസ്റ്റർ എ വന്നിട്ട് മിസ്റ്റർ ബിയുടെ അടുത്ത് നീ നിന്നെ സ്വയം ടേക്ക് കെയർ ചെയ്തോളാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈഫ്രണ്ടാണെങ്കിൽ അത് പിന്നെ എന്തുവാ അവൻ നിന്നെ തേച്ചിട്ട് പോയി, അത് ഉറപ്പല്ലേ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ പോയ്ക്ക് കുറേ കൂടെ സങ്കടമാവുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിനാണ് അങ്ങോട്ട് തെയ്യം കയറി വരുന്നത്. തെയ്യം വന്നിട്ട് ആദ്യം ചോദിച്ച കാര്യം, ഞാൻ നിൻ്റെ അടുത്ത് സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ നീ എന്താ വിചാരിച്ചേ, നീ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുകയാണോ ചെയ്തത്, ഞാനത് ആ രീതിയിലല്ല വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ഒരു സെക്കൻഡ് മിണ്ടാതെ നിന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തെയ്യം ഞാനാണെങ്കിൽ അത് ആ രീതിയിലല്ല ഉദ്ദേശിച്ചത്, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്നൊന്നുമല്ല, അത് ഞാൻ ജസ്റ്റ് ടേക്ക് കെയർ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ, ഞാൻ ഒരിടത്തും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേട്ടപ്പം നമ്മുടെ പോയിക്കും സമാധാനമാവുന്നുണ്ട്. എന്നാൽ ഇവ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് പോയിക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ തെയ്യമാണെങ്കിൽ ഞാനിപ്പോൾ നിനക്ക് പെപ്പറിൻ്റെയും ഗ്യാമിൻ്റെയും കാര്യം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഗ്യാമാണ് പെപ്പറിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന്. പെപ്പറിൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇവരെ കണ്ടുപിടിച്ച കാര്യം നമ്മുടെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാമോ, ഏത് ഗ്യാം, നിങ്ങളിപ്പോൾ ഏത് ഗ്യാമിനെ കുറിച്ചാണ് പറയുന്നത്? വൺ എൻ്റർടൈൻമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഗ്യാമാണോ, അതാണോ പെപ്പറിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് അതേന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടും രാത്രി നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ നടന്ന് ഒരുപാട് ദൂരം സംസാരിക്കുന്നുണ്ട്. തെയ്യമാണെങ്കിൽ പോവിനെ അവൻ്റെ വീട്ടിൽ കൊണ്ട് വിടുന്നുമുണ്ട്. അങ്ങനെ പോവിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ബായി പറഞ്ഞിങ്ങനെ പോകുന്ന ടൈമിന് നമ്മുടെ തെയ്യം പോയി കഴിഞ്ഞിട്ടും പോവാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതേസമയം പോവുകയാണെങ്കിൽ തെയ്യം പോയോ എന്നറിയാനായിട്ട് വന്ന് നോക്കുവാണ്. നോക്കിയപ്പോൾ തെയ്യം അവിടെ നിൽപ്പുണ്ട്. തെയ്യം അപ്പോൾ എന്താ തിരിച്ചു വന്നതെന്ന് വെച്ചപ്പോൾ പോയാണെങ്കിൽ അതുപോലെ നീ പോയോ എന്നറിയാൻ വേണ്ടി വന്നതാ, നീ പൊക്കോ ഞാനും പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവുകയാണ്. എന്നാൽ വീണ്ടും പോകുമെന്ന് നോക്കിയപ്പോൾ തെയ്യം അവിടെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ തെയ്യം പോയടുത്ത് എൻ്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ നടക്കാൻ വരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പോയത് കേട്ടോണ്ടേ തന്നെ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് വരെ ഒരുമിച്ച് നടക്കുകയാണ്. അങ്ങനെ തെയ്യമിനുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് വരുന്നുണ്ട്. എന്നാൽ ബസ് അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടും തെയ്യം ആ ബസ്സിൽ കയറുന്നില്ല. അങ്ങനെ ബസ് പോയി കഴിഞ്ഞതും പോയാണെങ്കിൽ നീ എന്താ പോകാത്തതെന്ന് വെച്ചപ്പോൾ തെയ്യം ഞാൻ നിന്നെ ഒന്നുകൂടെ വീട് വരെ കൊണ്ടുവിടട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ കൂടെ വരുമെന്ന് വെച്ചിട്ട് പിന്നെയും ബസ് സ്റ്റോപ്പിൽ പോവുകയാണ്. അവിടെ എത്തി വീണ്ടും തെയ്യം ബസ്സിൽ കയറാതെ ഞാൻ നിന്നെ വീട് വരെ കൊണ്ടുവിടട്ടെ എന്ന് വെച്ചാൽ പിന്നെയും നടക്കുവാണ്. അങ്ങനെ ഇതിപ്പോൾ രണ്ടുപേർക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും രണ്ടിനും കാര്യമായിട്ടെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ 5 പ്രാവശ്യമൊന്നും ഇത്രയും കിലോമീറ്റർ നടക്കത്തില്ല. ഞാനൊക്കെ എന്നെ ഒട്ടും നടക്കത്തില്ല. ഒന്നിൽ ലവിലായിട്ട് രണ്ടിൻ്റെയും കിളി പോയി, അല്ലെങ്കിൽ ഈ ലവിലായിട്ട് പരസ്പരം ആലോചിച്ചുകൊണ്ട് നടന്നിട്ട് വല്ലയിടത്തും ചെന്ന് വീണ് തലയിടിച്ചാണ്. അല്ലാതെ 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കേ വടക്കേ എന്നൊക്കെ പറയാൻ നടക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ സംഭവമാണ്. എന്തായാലും ഇവ രണ്ടുപേരും അത് വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കാരണം 5ാമത്തെ പ്രാവശ്യം എന്താ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയം തെയ്യമാണെങ്കിൽ പോയടുത്ത് എൻ്റെ അടുത്ത് പെപ്പർ പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് വെക്കണമെന്ന്, ഇല്ലെങ്കിൽ ആൾക്കാർ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്ത് പിടിക്കുമെന്ന് ചോദിച്ചപ്പോൾ തെയ്യമാണെങ്കിൽ അത് പിന്നെ നമ്മൾ തമ്മിൽ ലവ് എന്നൊക്കെ വന്ന് പറയാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ അത് പറയാതെ ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ പോയാണെങ്കിൽ ആ സമയം ഓക്കെ, പക്ഷെ നമ്മൾ തമ്മിൽ 5 മീറ്റർ ഡിസ്റ്റൻസ് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ തെയ്യം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിൻ്റെ കൂടെ കാണാനായിട്ടിരുന്ന ആ സിനിമയുടെ 2 ടിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ഇന്ന് ആ സിനിമയ്ക്ക് പോകാമെന്നായിരുന്നു. എന്നാൽ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും തുടങ്ങിക്കഴിയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ആഴ്ച പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പോയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് വാങ്ങാനായിട്ട് ഇങ്ങനെ എത്തുവാണ്. ആ സമയം വീഴാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ തെയ്യമുണ്ണെ അവനെ പിടിക്കുവാണ്. ആ സമയം ഒരു നല്ല ക്ലോസായി നിൽക്കുകയാണ്. അങ്ങനെ ഐ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ടൈമിന് തെയ്യമാണെങ്കിൽ നമ്മൾ തമ്മിൽ 5 മീറ്റർ ഡിസ്റ്റൻസ് ഒന്നും വെക്കണ്ട, കാരണം ആ 5 മീറ്റർ തന്നെ ഭയങ്കര വലിയ ദൂരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയാണ്. ആ ഒരു വാക്കിൽ നമ്മുടെ മൊത്തത്തിൽ അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീട്ടിൽ ബൈ.